എല്ലാവർക്കും എൻ്റെ പുതിയൊരു ഫുഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഫുഡ് റെസിപ്പി വീഡിയോ ആണ്. അതുപോലെ തന്നെ ഈ ഫുഡ് റെസിപ്പി വീഡിയോ സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈ ഐറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എഗ്ഗാണ്. അപ്പം ഇതാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് ഒരു വലിയ സവാള അരിഞ്ഞതാണ്. അതുപോലെ തന്നെ അടുത്തത് എന്ന് പറയുന്നത് 2 പച്ചമുളകാണ്. പിന്നെയുള്ളത് പൊട്ടാറ്റോ, വലിയ പൊട്ടാറ്റോ അരിഞ്ഞിട്ടതാണ്. പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞിട്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മളുടെ കുക്കിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എന്നിട്ടത് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പൊട്ടാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിത് അടച്ച് വെക്കാം. അതിനുശേഷം കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരഞ്ഞു വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി കോഴിമുട്ട പൊട്ടിച്ചതിന് ശേഷം ഓരോ സൈഡിലായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 4 സൈഡിലായിട്ട് ആഡ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് മല്ലിച്ചപ്പും പുതിനയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇത് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് അടിച്ച് വെക്കുക. അതിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പം ഇതാണ് നമ്മളുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റി ടേസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടേസ്റ്റിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാണ്. അടിപൊളിയായിരിക്കണം. ഇനി ബാക്കിയോടെ വന്നിട്ട് ഞാൻ പറയാം. ബെന്നിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം നിങ്ങൾക്ക് ഇത് തീർച്ചയായും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ നമുക്കിപ്പം പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് വീഡിയോ ചിലപ്പോൾ 5 മിനിറ്റിൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. അപ്പം പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണം. ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റും ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്ന അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും. അതുവരെ ഗുഡ് ബൈ.